ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഏറെ കാത്തിരുന്ന ഒരു എറണാകുളം യാത്രയുടെ വിശേഷങ്ങളാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ പോകുന്നത്. കോളേജിലും സ്കൂളിലും ഒക്കെ പഠിക്കുന്ന സമയത്ത് എറണാകുളത്ത് പോയിട്ടുണ്ടെങ്കിലും കുറേ സ്ഥലങ്ങൾ മിസ്സായിട്ടുണ്ട്. കാണാൻ പറ്റാത്ത കുറേ സ്ഥലങ്ങൾ എറണാകുളത്തുണ്ട്. അപ്പോൾ ഞാൻ കുറേ നാളുകൊണ്ട് ഇങ്ങനെ ആഗ്രഹിച്ചിട്ടുണ്ട് ഒരു ദിവസം എറണാകുളത്ത് പോയി കുറച്ച് സ്ഥലങ്ങളൊക്കെ ഫ്രീ ആയിട്ട് കണ്ട് എൻജോയ് ചെയ്ത് തിരിച്ചു വരണമെന്ന്. എറണാകുളത്തേക്ക് മാത്രം മുമ്പ് പല യാത്രകൾ ചെയ്യുമ്പോഴും നമ്മൾ എവിടെയെങ്കിലും ഇടയ്ക്ക് വെച്ചാണ് എറണാകുളത്ത് ഇറങ്ങുന്നത്. പക്ഷേ ഇത് എറണാകുളത്തേക്ക് മാത്രമായിട്ടൊരു യാത്ര പോകാമെന്ന് കരുതി ഞങ്ങൾ യാത്രയ്ക്കായി ചൂസ് ചെയ്തത് KSRTC ആണ്. അതും ഒരു എക്സ്പീരിയൻസ് ആവട്ടെ എന്ന് കരുതി ഞങ്ങളുടെ അവിടെ നിന്നും ആലപ്പുഴ വരെ ഒരു ബസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ആലപ്പുഴ ഇറങ്ങി അവിടെ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടിട്ട് എറണാകുളത്തേക്ക് അടുത്ത ബസ്സിലാണ് പോയത്. അപ്പോൾ അതൊരു ലോ ഫ്ലോർ ബസ്സായിരുന്നു. അതുകൊണ്ട് യാത്ര കുറച്ചുകൂടി ബെറ്ററായിരുന്നു. ഈ NHൻ്റെ പണി നടക്കുന്നതുകൊണ്ട് കുറച്ച് ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ച സമയത്ത് എത്താൻ കഴിഞ്ഞില്ല. ഞങ്ങൾ അതിന് ശേഷം വൈറ്റിലയിൽ നിന്ന് ആലുവ വരെ മെട്രോയിലാണ് പോയത്. മെട്രോ യാത്ര സെലക്ട് ചെയ്തത് ഒരു നല്ല ഓപ്ഷനായിട്ട് എനിക്ക് തോന്നി. അല്ലെങ്കിൽ ഞങ്ങൾ കുറേ നേരവും കൂടെ ബ്ലോക്കിൽ പെട്ടേനായിരുന്നു. അപ്പം ആലുവ വരെ മെട്രോയിൽ പോയതുകൊണ്ട് അത്രയും ഇത് കുറഞ്ഞു കിട്ടി. അപ്പം 60 രൂപയാണ് ഞങ്ങൾക്ക് വൈറ്റിലയിൽ നിന്ന് ആലുവ വരെ പോകാൻ വേണ്ടി ആയത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ആലുവയിൽ നിന്ന് അടുത്ത ബസ്സിൽ ഞങ്ങൾക്ക് ഇക്കാടെ ഒരു ഫ്രണ്ട് വണ്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വണ്ടി എടുക്കാൻ വേണ്ടി പോയി. അപ്പോൾ ആലുവ പുഴയാണിത്. അങ്ങനെ KSRTCയിലുള്ള യാത്ര തന്നെയായിരുന്നു ഒരു നല്ല എക്സ്പീരിയൻസ് എന്ന് തോന്നി. അറിഞ്ഞുകൂടാത്ത സ്ഥലത്ത് നമ്മളിങ്ങനെ പുതിയ ഇതൊക്കെ തേടി നമ്മളങ്ങനെ ചാലക്കുടി എത്തി. അപ്പോൾ നമ്മുടെ മണിച്ചേട്ടൻ്റെ നാട്, മണിച്ചേട്ടൻ്റെ ഓട്ടോ സ്റ്റാൻഡ് എന്നൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചാലക്കുടിയൊക്കെ കണ്ടു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഒരു ചായയും സാൻഡ്വിച്ചും ഒക്കെ കഴിച്ചിട്ട് തിരിച്ച് എറണാകുളത്തേക്ക് തന്നെ വന്നു. അപ്പം എടപ്പള്ളി എത്തിയപ്പം ലുലുവിൽ കയറി. ലുലുവിലാണെങ്കിൽ ഇപ്പം എന്തോ 50% ഓഫർ, അങ്ങനെ നല്ല തിരക്കുണ്ടായിരുന്നു. അങ്ങനെ ലുലുവിൽ മുമ്പ് ഞാൻ വന്നിട്ടുണ്ട്. ഇവിടെ സ്കൂളിൽ നിന്നൊക്കെ ടൂറിന് വരുമ്പോഴത്തേക്ക് അതൊരു എന്തായിരുന്നല്ലോ, ലുലു മാളൊരു സ്ഥലം, ഡെസ്റ്റിനേഷൻ ആയിരുന്നല്ലോ. അങ്ങനെ അന്നൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീണ്ടും ഒരിക്കൽ കൂടെ അവിടെ എത്തി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എറണാകുളത്തെ ഫേമസ് വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ്, വൺ ഓഫ് ദ ഫേമസ്, അപ്പോൾ അവിടെ അമ്പിസ്വാമിന്ന് മസാല ദോശ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എടപ്പള്ളിയിൽ തന്നെയാണ് സ്റ്റേ ചെയ്തത്. അപ്പം ഇപ്പം ഇത്തിരി വിവാദമായൊക്കെ നിൽക്കുന്ന ഹംഗ്രി മൃണാൽ, അവിടെ നിന്ന് തന്നെയാണ് ഞങ്ങൾ ഫുഡ് കഴിച്ചത്. ഞങ്ങളുടെ സ്റ്റേയുടെ ഓപ്പോസിറ്റ് തന്നെയായിരുന്നു അത്. അപ്പോൾ അവിടെ നിന്നാണ് ഞങ്ങൾ ഫുഡ് കഴിച്ചത്. പക്ഷേ അവിടെ നല്ല ഫുഡായിരുന്നു. പിന്നെ എല്ലാ ഹോട്ടലിൽ നിന്നും വിപരീതമായിട്ട് സാധനങ്ങളുടെ വിലയാണ്, ഇപ്പം അരി, വെളിച്ചെണ്ണ അങ്ങനെയുള്ള സാധനങ്ങളുടെ ഹോൾസെയിലും റീറ്റെയിലും ആയിട്ടുള്ള വിലയാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞ് എൻ്റെ ഒരു കസിൻ അവിടെ ഉണ്ട്, എറണാകുളത്തുണ്ട്. അപ്പോൾ പുള്ളിക്കാരിയെയും വിളിച്ച്, പിന്നെ ഞങ്ങൾക്ക് പുള്ളിക്കാരിയായിരുന്നു ഗൈഡ്, പിന്നെ പുള്ളിക്കാരിയെയും വിളിച്ച് ഞങ്ങൾ ഫോർട്ട് കൊച്ചിയിലേക്ക് പോയി. അപ്പോൾ ഫോർട്ട് കൊച്ചി എനിക്ക് ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ സിനിമയിലൊക്കെ കാണുമ്പോൾ ഞാൻ ഇങ്ങനെ ആഗ്രഹിച്ചിട്ടുള്ളൊരു സ്ഥലമാണ് ഫോർട്ട് കൊച്ചി. പോകണമെന്ന്, എൻജോയ് ചെയ്യണമെന്നൊക്കെ ഫോർട്ട് കൊച്ചി ഒന്ന് കാണണം. അപ്പോൾ ഒരുപാട് സിനിമകളുടെ ലൊക്കേഷനാണ് ഫോർട്ട് കൊച്ചി. കുറേ സിനിമകളിൽ കണ്ടുമറഞ്ഞ കുറേ സ്ഥലങ്ങൾ ഫോർട്ട് കൊച്ചിയിൽ കാണാൻ പറ്റി. അപ്പം ശരിക്കും അവിടെ ഒരുപാട് ഡച്ച് സിനഗോഗും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. പിന്നെ ഈ ചീനവല എപ്പോഴും ഇങ്ങനെ കൊച്ചിയുടെ ഒരു ഇത് കാണിക്കുമ്പോൾ എപ്പോഴും കാണുന്ന ഒരു ഇതാണല്ലോ. അപ്പം ആ ചീനവല എടുക്കുന്ന സമയം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളത് കണ്ടു. പിന്നെ ഇതൊരു ഡച്ച് സെമിത്തേരിയാണ്. പിന്നെ ഈ ഭാഗങ്ങളൊക്കെ നമ്മൾ കുറേ സിനിമകളിൽ കണ്ടിട്ടുള്ള സ്ഥലങ്ങളാണ്. അങ്ങനെ വാസ്കോ ഡ ഗാമയെ ആദ്യം അടക്കം ചെയ്ത് സെൻറ്റ് ഫ്രാൻസിസ് പള്ളി ഫോർട്ട് കൊച്ചിയിലാണ്. ഫോർട്ട് കൊച്ചിയിൽ ഇപ്പോൾ പുതുതായിട്ട് ബിൽഡിങ്ങുകൾ പണിയാൻ പറ്റത്തില്ല. അതുകൊണ്ട് എല്ലാം പഴയ ബംഗ്ലാവുകളും അതൊക്കെ പുതുക്കിയാണ് ഹോട്ടലും മറ്റുമൊക്കെ നിർമ്മിക്കുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ബിഗ് ബി സിനിമയിലെ ബിലാലിൻ്റെ വീടാണ്. അപ്പോൾ ഇതെന്തായാലും കാണണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും അവിടെ വന്ന് ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഫോട്ടോ എടുത്തില്ല, കുറച്ച് നേരം അതൊക്കെ കണ്ടു, എന്നിട്ട് തിരിച്ചു വന്നു. അതുകൊണ്ട് ഇപ്പോൾ പുതിയ ബംഗ്ലാവ് പണിയാത്തതുകൊണ്ട് തന്നെ ആ ഒരു പഴയൊരു വാസ്തുവിദ്യയും അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഫോർട്ട് കൊച്ചിയിലുള്ളത്. അതുകൊണ്ട് തന്നെ അവിടെ ഫോട്ടോ എടുക്കാൻ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ റോറോ സർവീസിൽ ഫോർട്ട് കൊച്ചിയിൽ നിന്ന് വൈപ്പിൻ വരെ പോയി. അപ്പോൾ നമുക്ക് സിറ്റി പോകണമെങ്കിൽ ഇവിടുന്ന് 1 കിലോമീറ്റർ ദൂരമേ ഇങ്ങനെ കായൽ മാർഗം വരുന്നുള്ളൂ. അല്ലാതെയാണെങ്കിൽ 12 കിലോമീറ്റർ ദൂരമുണ്ട് ഫോർട്ട് കൊച്ചിയായിട്ട്. അപ്പോൾ ഈ റോറോയിൽ കയറി, അവിടെ നിന്ന് വാട്ടർ മെട്രോയും ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഏത് വേണമെന്ന് ഇങ്ങനെ ചിന്തിച്ചപ്പോൾ റോറോ ആണ് കുറച്ചുകൂടി ബെറ്റർ എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അങ്ങനെ നമ്മൾ റോറോയിൽ കയറി. ഇത് 5 മിനിറ്റ് കൂടുമ്പോൾ എപ്പോഴും ഇങ്ങനെ 2 റോറോ സർവീസ് ഉണ്ട്. അതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സർവീസ് നടത്തിക്കൊണ്ടേ ഇരിക്കുകയാണ്. അതുപോലെ തന്നെ വാട്ടർ മെട്രോയും 15 മിനിറ്റ് ഇടവേളയിൽ ഉണ്ട്.
അപ്പോൾ ഒരു വാട്ടർ മെട്രോ പോകുന്നതിന് നമ്മൾ റോറോയിൽ നിന്ന് കുറച്ച് കാഴ്ചകളൊക്കെ കണ്ട് വൈപ്പിൻ വരെ പോയി. ഇത് വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനലാണ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് മറൈൻ ഡ്രൈവിലേക്ക് പോയി. മറൈൻ ഡ്രൈവ് മുമ്പും വന്നിട്ടുണ്ട്, എങ്കിലും ഒന്നുകൂടി ഒന്ന് പോകാമെന്ന് കരുതി. മറൈൻ ഡ്രൈവ് ഒരു ഇതാണല്ലോ, പ്രധാനപ്പെട്ടൊരു കേന്ദ്രമാണല്ലോ, അങ്ങനെ ഞങ്ങളവിടെ പോകാമെന്ന് കരുതി. അപ്പോൾ മറൈൻ ഡ്രൈവ് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടെ ഇങ്ങനെ എന്നും ഫ്ലാറ്റിലൊക്കെ ഉള്ളവർക്ക് എന്നും കായൽ കാഴ്ചകൾ കാണാമല്ലോ എന്ന് പറഞ്ഞു. അപ്പോഴാണ് അവൾ പറഞ്ഞത് ഇവിടെ കൊതുവിനെ കൊണ്ട് ഭയങ്കര ശല്യമാണ്, അവർ ഭയങ്കര ബുദ്ധിമുട്ടിലായിരിക്കുമെന്ന്. അത് കഴിഞ്ഞ് ഞങ്ങൾ സുഭാഷ് പാർക്കിലൂടെ പോയതിന് ശേഷം ഫുഡ് കഴിക്കാനാണ് പോയത്. അപ്പം ഞാനൊരു ചിക്കൻ ബിരിയാണിയാണ് ഓർഡർ ചെയ്തത്. അത് എൻ്റെ കസിൻ ഒരു ചിക്കൻ നൂഡിൽസ് ഓർഡർ ചെയ്തു. ഇക്ക ഒരു പ്ലെയിൻ റൈസും മഷ്റൂം മസാലയാണ് ഓർഡർ ചെയ്തത്. അങ്ങനെ നല്ല ഫുഡായിരുന്നു. എനിക്ക് നല്ലൊരു കൊച്ചി സ്റ്റൈൽ ബിരിയാണി കഴിക്കണമെന്നുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ആഗ്രഹം പോലെ തന്നെ നല്ലൊരു ബിരിയാണി എനിക്ക് കഴിക്കാൻ പറ്റി. അത് കഴിഞ്ഞിട്ട് നമ്മൾ തൃപ്പൂണിത്തറ ഹിൽ പാലസിലേക്ക് പോയി. അപ്പോൾ മട്ടാഞ്ചേരി പാലസ് കാണാൻ പോകണോ തൃപ്പൂണിത്തറ പോകണോ എന്നുള്ളൊരു ഇത് വന്നപ്പം ഇത് ഞാൻ കരുതിയ സ്ഥലമല്ല, പോകണമെന്ന് ആഗ്രഹിച്ച സ്ഥലമല്ലായിരുന്നു. അതെൻ്റെ കസിനാണ് സജസ്റ്റ് ചെയ്തത്. ഇവിടെയാണ് കുറേ കാഴ്ചകളുള്ളത്, ഇത് മിസ് ചെയ്യില്ലെന്ന്. അങ്ങനെ ഞങ്ങളവിടെ എത്തി. പക്ഷേ അത് ശരിക്കും കറക്റ്റായിരുന്നു. ഇവിടെ വന്നില്ലായിരുന്നെങ്കിൽ ഒരുപാട് മിസ് ചെയ്തേനെ. ഈ യാത്രയുടെ ഏറ്റവും ഹൈലൈറ്റ് ഈ തൃപ്പൂണിത്തുറ ഹിൽ പാലസ് തന്നെയായിരുന്നു. ഇത് കേരളത്തിലെ ആദ്യത്തെ ലിഫ്റ്റാണ്. അപ്പോൾ അവിടെ കുറേ കൊച്ചി രാജവംശത്തിൻ്റെ ചരിത്രങ്ങൾ കാണിക്കുന്ന കുറേ കാര്യങ്ങളും മ്യൂസിയങ്ങളും പണ്ടത്തെ കുറേ കാര്യങ്ങൾ അതെല്ലാം ഉണ്ടായിരുന്നു. ഇത് അവിടെ പ്രധാനപ്പെട്ട ഹാളിൽ വെച്ചിരുന്ന ആനയാണ്. പഴയ രാജാക്കന്മാരുടെ കുറേ കാര്യങ്ങളും ചരിത്രങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. കുറേ സിനിമ അവിടെ ഷൂട്ട് ചെയ്തു. മണിച്ചിത്രത്താഴിൻ്റെ കുറേ ഭാഗങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സ്ഥലമൊക്കെ കാണുമ്പോൾ നമുക്കതൊക്കെ ഓർമ്മ വരും. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ ഒരു കുളമുണ്ട്, ആ കുളം കാണാൻ പോയി. കുറേ ആൾക്കാർ ഇങ്ങനെ ട്രഡീഷണൽ ഡ്രസ്സൊക്കെ ഇട്ട് വന്നിട്ട് അങ്ങനത്തെ ഫോട്ടോകളൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പം ഈ കുളം ഒരുപാട് സിനിമകളിൽ കാണിച്ചിട്ടുള്ളൊരു കുളമാണ്. കൊച്ചി രാജാക്കന്മാർ വെച്ചിട്ടുള്ള കിരീടം ഉണ്ട്. 1743 ഗ്രാം ഉള്ള കിരീടം, ഒറിജിനൽ ഗോൾഡിൻ്റെ. അതവിടെ ഹൈ സെക്യൂരിറ്റിയിലാണ് വെച്ചിരിക്കുന്നത്. അതൊക്കെ കണ്ടു. പിന്നെ മാനെ വളർത്തുന്ന ഇതുണ്ട്. ഇത് രാമവർമ്മ തമ്പുരാൻ്റെ ശവകുടീരമാണ്. കൊച്ചി രാജവംശത്തിൻ്റെയും കേരളത്തിൻ്റെയും കുറേ കാര്യങ്ങൾ അവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. സാഹിത്യപരമായ കാര്യങ്ങളായാലും ചരിത്രപരമായ കാര്യങ്ങളായാലും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ തൃപ്പൂണിത്തുറ പാലസിൽ പോയതുകൊണ്ട് കാണാൻ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് മടക്കയാത്രയിലാണ്. അപ്പോൾ എടപ്പള്ളിയിൽ വന്നിട്ട് ഞങ്ങൾ തിരിച്ച് പോവുകയാണ്. തിരിച്ച് ഞങ്ങൾക്ക് അവിടെ നിന്ന് നിലമേൽ വരെ ഒരു KSRTC ബസ് ഉണ്ടായിരുന്നു, കറക്റ്റ് സമയത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അതിലാണ് വന്നത്. ഈ യാത്ര KSRTCയിൽ വന്നതൊരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല യാത്രയായിരുന്നു, സുഖകരമായിരുന്നു. തിരികെയുള്ള യാത്ര ബ്ലോക്കൊന്നും ഇല്ലായിരുന്നു. MC റോഡാണ് ഞങ്ങൾ സെലക്ട്. യാത്രയുടെ അവസാന ഘട്ടത്തിൽ എത്തിയിരിക്കുകയാണ്. നമ്മൾ നിലമേൽ എത്തിയിരിക്കുകയാണ്. നമ്മൾ KSRTCയിൽ ആദ്യമായിട്ട് ട്രിപ്പ് പോയിട്ട് വിജയകരമായി. ഇത് എൻ്റെ ഈ യാത്രയുടെ ഓർമ്മയ്ക്കായിട്ടാണ് ഈ വ്ലോഗ് ഞാൻ ഇടുന്നത്. താങ്ക്സ് ഫോർ വാച്ചിങ്.